നമുക്കറിയാം പല ആളുകളും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് കിട്ടാനുള്ള റീഫണ്ട് പലപ്പോഴും അവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. പലപ്പോഴും TDS അല്ലെങ്കിൽ TCS ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഫയൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്കത് റീഫണ്ട് കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ ഒരു പാർട്ടിക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് 4701 രൂപ ഇൻട്രസ്റ്റിന് അവർക്ക് TDS പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടി ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ അവർക്ക് ഈ ഒരു എമൗണ്ട് അവർക്ക് റീഫണ്ട് ആയിട്ട് കിട്ടും. ഓക്കെ, ഫയൽ ചെയ്യാത്ത പാർട്ടിക്കാണെങ്കിൽ ഈ ഒരു 4000 രൂപ അവർക്ക് നഷ്ടപ്പെടും. മാത്രമല്ല ഈ ഒരു 4000 രൂപക്ക് പുറമെ അവർക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരൊരു വാഹനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ആ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 19 ലക്ഷമാണ്. അതിന്റെ 1% എന്ത് ചെയ്തിട്ടുണ്ട്? TDS പിടിച്ചിട്ടുണ്ട്. അതായത് 19,000 രൂപ അവർക്ക് TDS പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ടിക്ക് നെറ്റ് റീഫണ്ട് ആയിട്ട് വരുന്നത് ഈ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതോടുകൂടി അവർക്ക് 24,000 രൂപയോളം ഇൻകം ടാക്സ് റീഫണ്ട് കിട്ടും. ഈ ഒരു പാർട്ടി ഇൻകം ടാക്സ് ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യും? അവർക്ക് വെറുതെ നഷ്ടപ്പെടും. ഓക്കെ, ഇനി ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവർക്ക് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ 23,700 രൂപ റീഫണ്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടാവും? റീഫണ്ട് ഉള്ള കേസുകൾ ഉണ്ടാവും. നിങ്ങൾ മേ ബി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന് ഹജ്ജിന് പോയതോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാലറി ഇൻകം കിട്ടിയതോ, അതല്ലെങ്കിൽ റെന്റൽ ഇൻകം കിട്ടിയതോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ ഇൻട്രസ്റ്റ് ആയിട്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനം വാങ്ങിയതോ, ഇങ്ങനെയൊക്കെ മേ ബി നിങ്ങൾക്കും TDS പിടിച്ചിട്ടുണ്ടാവും. മേ ബി നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് റീഫണ്ട് കിട്ടാത്തത്, അതല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത്യാവശ്യം ഇടപാടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഹെഡിൽ TDS പിടിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ പല ആളുകളും ചോദിക്കുന്നതാണ് ആരെല്ലാമാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫയൽ ചെയ്യണോ ചെയ്യേണ്ടത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം.